ജോജു ജോർജ് നായകനായും സംവിധായകനായും തിയേറ്ററുകളിലേക്ക് എത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയ സിനിമയാണല്ലോ പണി. ഇപ്പോൾ പണി എന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. സോണി ലൈവ് ആണ് പണിയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജനുവരി 16-ാം തീയതി സോണി ലൈവിലൂടെ ജോജു ജോർജിന്റെ പണി OTT റിലീസ് ചെയ്യും. KGF സിനിമകളിലൂടെ സകല റെക്കോർഡുകളും തകർത്ത യഷിന്റെ ഏറ്റവും പുതിയ സിനിമയായ ടോക്സിക്കിന്റെ ഒരു പോസ്റ്റർ മൂവി ടീം ഇന്ന് രാവിലെ പുറത്തുവിട്ടിരുന്നു. മലയാളി കൂടിയായ ഗീതു മോഹൻദാസ് ആണ് ടോക്സിക് സംവിധാനം ചെയ്യുന്നത്. ഈ വരുന്ന ജനുവരി 8-ാം തീയതി യഷിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് രാവിലെ 10:25 ടോക്സിക്കിന്റെ ഒരു അപ്ഡേറ്റ് പുറത്തു വരുന്നുണ്ടെന്നും ഈ ഒരു പോസ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിഷ്ണു, മഞ്ജു, ലാലേട്ടൻ, പ്രഭാസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വിഷ്ണു മഞ്ജു തന്നെ സംവിധാനം ചെയ്യുന്ന ഒരു പീരിയോഡിക് ഫാന്റസി പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ കണ്ണപ്പ. ഇപ്പോൾ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും കാജൽ അവതരിപ്പിക്കുന്ന പാർവതി ദേവിയുടെ ക്യാരക്ടർ പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന കണ്ണപ്പ വരുന്ന ഏപ്രിൽ 25-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. 2024-ൽ തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി 100 കോടി കളക്ഷൻ നേടിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണല്ലോ മഹാരാജ. പിന്നീട് കഴിഞ്ഞ ഡിസംബർ മാസം ചൈനയിലും റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ചൈനയിൽ നിന്നും മാത്രം മഹാരാജ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ 23 കോടി രൂപ ബഡ്ജറ്റിൽ തയ്യാറായ മഹാരാജ 209 കോടി രൂപയോളമാണ് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനെ നേടിയിട്ടുള്ളത്. ലിജു തോമസിന്റെ സംവിധാനത്തിൽ അർജുൻ അശോകനും അനഘ നാരായണനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു റൊമാന്റിക് കോമഡി ചിത്രമാണ് അൺബോർഡ് കൺമണി. ഈ സിനിമ പലതവണ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ കൂടി പല കാരണങ്ങളാൽ റിലീസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ ഈ വരുന്ന ജനുവരി 24-ന് അൺബോർഡ് കൺമണി തിയേറ്റർ റിലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. പ്രഭാസിനെ നായകനാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന സലാർ 2-ന് ശേഷം ജൂനിയർ NTR-നെ നായകനാക്കിയാണ് അടുത്തതായി പ്രശാന്ത് നീൽ സിനിമ ഒരുക്കുക. ഇപ്പോൾ ആ ഒരു പ്രോജക്റ്റിൽ മലയാളി താരങ്ങളായ ടൊവിനോ തോമസും ബിജു മേനോനും വളരെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ രുക്മിണി വസന്താണ് ഈ ചിത്രത്തിൽ നായികവേഷം കൈകാര്യം ചെയ്യുക. നിർമ്മാണം ഹോംബാലെ ഫിലിംസും. ഉണ്ണിമുകുന്ദൻ നായകനായിട്ടെത്തിയ മാർക്കോ എന്ന വയലൻസ് ആക്ഷൻ മൂവി 100 കോടി രൂപ കളക്ഷൻ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. റിലീസിനെത്തിയ ആദ്യ 18 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 40 കോടി രൂപയും തമിഴ്നാട്ടിൽ നിന്നും 2 കോടി രൂപയും തെലുങ്കിൽ നിന്നും 6 കോടി രൂപയും ഹിന്ദിയിൽ നിന്നും 10 കോടി രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മലയാളം വെർഷൻ മാത്രം 6 കോടി രൂപയും ഓവർസീസിൽ നിന്നും 36 കോടി രൂപയും കളക്ഷൻ സ്വന്തമാക്കിയതിലൂടെയാണ് മാർക്കോ റിലീസിനെത്തി 17 ദിവസങ്ങൾ കൊണ്ട് 100 കോടി എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അക്ഷയ് കുമാറിനെ നായകനാക്കി സന്ദീപ് കൗവാലിൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സ്പൈ ത്രില്ലർ ആക്ഷൻ മൂവിയാണ് സ്കൈ ഫോഴ്സ്. ചിത്രത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ജനുവരി 24-ാം തീയതി സ്കൈ ഫോഴ്സ് തിയേറ്ററുകളിലേക്ക് എത്തും. ഷെയ്ൻ നിഗം, കലയരസൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വാലി മോഹൻദാസ് സംവിധാനം ചെയ്ത മദ്രാസ്കാരന്റെ സെൻസറിംഗ് പൂർത്തിയായി. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ച മദ്രാസ്കാരൻ ഈ വരുന്ന ജനുവരി 10-ാം തീയതി പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. ഷാഹിദ് കപൂറിനെ നായകനാക്കി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ദേവ എന്ന ചിത്രത്തിന്റെ ടീസർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ടീസർ കണ്ടിട്ട് മുംബൈ പോലീസ് സിനിമ കുറച്ച് മാസം കൊമേഴ്സിലും ഒക്കെ ഉൾപ്പെടുത്തിയെടുത്തതുപോലെ തോന്നി. പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിൽ നായികവേഷം കൈകാര്യം ചെയ്യുന്നത്. ഈ വരുന്ന ജനുവരി 30-ാം തീയതി ദേവ തിയേറ്ററുകളിലേക്ക് എത്തും. മലയാളത്തിലേക്ക് വീണ്ടും ഒരു സിനിമ റീ റിലീസിന് ഒരുങ്ങുന്നു. 2004-ൽ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശ്രീനിവാസൻ, മുകേഷ്, ജഗതി, മീന തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഉദയനാട് താരമാണ് 4K മെഗാബോർഡ് റീ റിലീസിന് തയ്യാറാവുന്നത്. ചിത്രത്തിന്റെ റിലീസ് തീയതി ഉടൻ തന്നെ പുറത്തുവരും. പ്രേമം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയെ നായകനാക്കി അൽഫോൺസ് പുത്രൻ പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഒരു ഗ്യാങ്സ്റ്റർ പശ്ചാത്തലത്തിൽ മലയാളത്തിലും തമിഴിലുമായിട്ടാവും ഈ സിനിമ ഒരുക്കുകയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ജയൻ രവി, നിത്യാമേനോൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കാതലിക്ക നേരമില്ല എന്ന സിനിമയുടെ ട്രെയിലറും ഓഡിയോയും നാളെ റിലീസ് ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. AR റഹ്മാൻ മ്യൂസിക് ഒരുക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കൃതിക ഉദയാനിധിയാണ്. ഒരു റൊമാന്റിക് ഫീൽ ഗുഡ് പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന കാതലിക്ക നേരമില്ലേ ഈ വരുന്ന ജനുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ശ്രീലങ്കൻ, ദുബായ്, അസർബൈജാൻ എന്നിവിടങ്ങളിലെ ചിത്രീകരണം കഴിഞ്ഞ ദിവസങ്ങളിലായി പൂർത്തിയായിരുന്നു. ഇപ്പോൾ അടുത്ത ഷെഡ്യൂൾ ചിത്രീകരണം വീണ്ടും ശ്രീലങ്കയിൽ വെച്ച് തന്നെ ആരംഭിക്കാൻ പോവാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഷെഡ്യൂളിൽ മമ്മൂട്ടിക്കൊപ്പം ലാലേട്ടനും പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഒരു പ്രൊമോ വീഡിയോ മുഖേന ഉടൻ തന്നെ മൂവി ടീം പുറത്തുവിടുമെന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. 1001 നുണകൾ എന്ന ശ്രദ്ധേയമായ ചിത്രമൊരുക്കിയ താമർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ആസിഫ് അലി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ഈ ചിത്രം അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫാമിലി ഡ്രാമയായി ഒരുക്കിയ ചിത്രം UAE, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലായി 40 ദിവസം കൊണ്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതും. ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തുന്ന ഈ ഫാമിലി ഡ്രാമ മൂവിയിൽ മറ്റ് വേഷങ്ങളിലെത്തുന്നത് ദീപക് പറമ്പോൾ, ദിവ്യ പ്രഭ, ബാലതാരം ഒർഹാൻ, രമ്യ സുരേഷ്, പ്രശാന്ത് അലക്സാണ്ടർ, സ്വാതി ദാസ്, ഗോപൻ അഡാട്ട്, സിൻസ് ഷാൻ എന്നിവരാണ്. ഈ വരുന്ന ഏപ്രിൽ മാസത്തോടെ ചിത്രം റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. മലയാളത്തിലെ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രങ്ങൾക്ക് പുതിയൊരു മാനം നൽകിയ സിനിമയായിരുന്നു മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ. 2019-ൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ സീക്വലായ എമ്പുരാൻ എന്ന ചിത്രം ഈ വർഷം മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. എമ്പുരാനെ കുറിച്ചും സംവിധായകനായ പൃഥ്വിരാജിനെ കുറിച്ചും നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും
നമുക്കൊന്ന് പരിശോധിക്കാം. ആശീർവാദ് സിനിമാസിന്റെ 25 വർഷ യാത്രയിലെ നാഴികക്കല്ലാണ് എമ്പുരാൻ എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടുള്ളത്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ മോഹൻലാൽ എന്ന നടനെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പൃഥ്വിരാജിന് കൃത്യമായി അറിയാമെന്നും മലയാളി സിനിമാ പ്രേക്ഷകരും ലാലേട്ടൻ ആരാധകരും കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ എമ്പുരാനിൽ ലാലേട്ടനെ കാണാനാവുമെന്നുമാണ് ആന്റണി പെരുമ്പാവൂർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.